ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് മാക്സ് വെബറിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. മാക്സ് വെബറിൻ്റെ മാർക്സിയൻ ക്രിറ്റിസിസമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മാക്സ് വെബറിനെ കുറിച്ച് പെരിഫറൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇവിടെ വെബറിൻ്റെ മാർക്സിയൻ ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാൾ മാർക്സ് ഡെവലപ്പ് ചെയ്തത് ഒരു യൂണിക് കോസൽ തിയറിയാണ് എന്നുള്ള ആരോപണമാണ് വെബർ മുന്നോട്ട് വയ്ക്കുന്നത്. യൂണിക് കോസൽ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സോഷ്യൽ ആസ്പെക്റ്റിനെയും നയിക്കുകയോ പ്രചോദിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാരണങ്ങളോ ആണ് എന്നാണ് മാർക്സ് പറഞ്ഞത്. അതൊരു യൂണിക് കോസൽ അല്ലെങ്കിൽ ഏക കാരണ സിദ്ധാന്തമാണ് എന്നാണ് വെബർ മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഇതിന് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എക്കണോമിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന മാർക്സിയൻ തിയറിയിൽ പ്രധാനമായിട്ടും എല്ലാ കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്യുന്നത് എക്കണോമിക് വ്യവസ്ഥയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിനെയാണ് പ്രധാനമായിട്ടും വെബർ കുറ്റപ്പെടുത്തുന്നത്. വെബർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ പ്രോസസ്സിന് നിരവധിയായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണങ്ങളും ഒരു സിംഗിൾ ഫാക്ടർ ആയിരിക്കില്ല, കോംപ്ലക്സ് ആയിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ സോഷ്യൽ പ്രോസസ്സുകളും കണക്കിലെടുത്തിട്ട് വേണം, അല്ലെങ്കിൽ സാഹചര്യവശാലായിരിക്കണം ഏത് ഫാക്ടറിനാണ് പ്രൈമസി കൊടുക്കേണ്ടുന്നത് എന്നത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ കോംപ്ലക്സിറ്റി ഓഫ് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ വെബർ ഒരു സോഷ്യൽ പ്രോസസ്സിന് ഉണ്ട് എന്ന് പറയുന്നത്. അത് കാൾ മാർക്സ് അങ്ങനെയല്ല പറഞ്ഞേക്കണേ. ഓക്കെ, വെബർ വാസ് എക്സ്പെഷ്യലി കൺസേൺഡ് വിത്ത് ദ എഫക്ട്സ് ഓഫ് റിലീജിയസ് ഐഡിയാസ് on economic development. Thus, in his study of Protestantism, he showed how ideas themselves are capable of generating economic development. നമ്മൾ വെബറിൻ്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ആ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്തുകൊണ്ട് ക്യാപിറ്റലിസം പ്രൊട്ടസ്റ്റൻസ് തിങ്ങി പാർക്കുന്നിടത്ത്, അതായത് എക്സ്പെഷ്യലി യൂറോപ്യൻ ഭാഗങ്ങളിലുള്ള പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ കൂടുതലുള്ളിടങ്ങളിൽ എന്തുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ക്യാപിറ്റലിസം ഫോം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് വിഷയം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പ്രതിപാദിക്കുന്ന ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് റിലീജിയൻ എത്രമാത്രം ഒരു സ്ഥലത്തെ എക്കണോമിക് ഡെവലപ്മെന്റിലും ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അതായത് സോഷ്യൽ ഫാക്ട്സിൽ എത്രമാത്രം എക്കണോമിക് അല്ലാത്ത മറ്റുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, അദ്ദേഹം നിരവധിയായിട്ടുള്ള റിലീജിയൻസിൽ പഠനം നടത്തിയിട്ടുണ്ട്. കൺഫ്യൂഷ്യനിസം, ജൈനിസം, അതുപോലെ പ്രൊട്ടസ്റ്റന്റിയനിസം, കാത്തലിസം, അതുപോലെ തന്നെ ഹിന്ദുയിസം, എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ വരുന്നുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ നിന്നും അദ്ദേഹം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊട്ടസ്റ്റന്റുകാരുടെ പ്രത്യേക വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്യാപിറ്റലിസം ഗ്രോ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു. അപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, റിലീജിയൻ ഒരു പ്രധാനപ്പെട്ടൊരു പങ്കുണ്ട്, വിച്ച് വാസ് ഡിനൈഡ് ബൈ കാൾ മാർക്സ്. സാമൂഹിക പ്രതിഭാസങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് അതോറിറ്റേറിയൻ റൂൾ എന്നൊക്കെ പറയുന്നത്. അപ്പം അതോറിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ടൈപ്പിഫിക്കേഷൻസ് തരികയും ചെയ്തിട്ടുള്ള ആളാണ് മാക്സ് വെബർ. നമുക്കറിയാം പ്രധാനപ്പെട്ട 3 ടൈപ്സ് എന്ന് പറയുന്നത് ട്രഡീഷണൽ അതോറിറ്റി, കരിസ്മാറ്റിക് അതോറിറ്റി ആൻഡ് ലീഗൽ റാഷണൽ അതോറിറ്റിയാണ്. ഇത്തരത്തിലുള്ള അതോറിറ്റീസും സോഷ്യൽ ഫിനോമിനയുടെ പുറത്ത് അല്ലെങ്കിൽ സോഷ്യൽ ആക്ഷൻ്റെ പുറത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നവയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടൈപ്പിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കും ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കണം. ഓക്കെ, സോ ഇത്രയുമാണ് മാക്സ് വെബറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലൊക്കെ ഇങ്ങനെ പഠിക്കാനുണ്ടാവും. അന്നേരം നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഓക്കെ.